എടാ, ഞമ്മക്കൊക്കെ ഒന്ന് നന്നാവണ്ടേ? നമ്മൾ നന്നാണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തേക്കാരോ നമുക്കുള്ളിലൊരു ഇടങ്ങേറ്. നമ്മൾ എത്രയും കാലം തെറ്റുകൾ ചെയ്ത് ജീവിച്ചു. ഇനി പടച്ചവനത് പുറത്ത് തരുമോ, പടച്ചവൻ ക്ഷമിക്കുമോ എന്നുള്ളൊരു പേടി അല്ലേ? എടാ, പടച്ചവൻ പുറത്ത് തരും ഉറപ്പ്. അന്ന് ആ നാട്ടിൽ എല്ലാവിധ വിഭാഗത്തുകളും ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹത്തായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അതേപോലെ സകലവിധ തെറ്റുകളും ചെയ്ത് ജീവിക്കുന്ന നാട്ടുകാർ തമ്മാടി എന്ന മുദ്ര കുത്തപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്വാലിഹത്തായിട്ടുള്ള ആൾ നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ഈ തമ്മാടിയായിട്ടുള്ള മനുഷ്യന് മാനസാന്തരം വന്നിട്ട് കടന്ന ജില്ലയാണ്. അപ്പോൾ ആ സ്വാലിഹത്തായിട്ടുള്ള മനുഷ്യന് ആളുകൾ കേൾക്കെ പറഞ്ഞു, നീ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത്, നീ ഇവിടെ നിന്ന് പോകണം, നിനക്കിറങ്ങാനുള്ള ശിക്ഷ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നാട്ടി വായിപ്പിച്ചു. ഇത് അയാൾക്ക് നല്ല സങ്കടമായി. അയാൾ പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, തൗബ ചെയ്തു. അങ്ങനെ അന്നത്തെ കാലത്ത് ആ പ്രവാചകനിക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരോടും ഒന്നീന്ന് തുടങ്ങാൻ പറഞ്ഞു. കാരണം ആ സ്വാലിഹത്തായിട്ടുള്ള മനുഷ്യൻ അത്രയും കാലം ചെയ്തിട്ടുള്ള ഇബാദത്ത് ഈ ഒരു മനുഷ്യൻ്റെ തൗബ ഉണ്ടാവില്ല എന്ന് പറഞ്ഞയച്ചതിൻ്റെ പേരിൽ ഒളിഞ്ഞു പോയിരിക്കുകയാണ്. അതേപോലെ ഇത്രയും കാലം തെറ്റുകൾ ചെയ്ത് ജീവിച്ചിട്ടുള്ള ആ മനുഷ്യൻ്റെ തെറ്റുകൾ മുഴുവനും പടച്ചവൻ പുറത്തു കൊടുത്തിട്ട് അയാളോട് പടച്ചവനെ ആരാധിക്കാൻ വേണ്ടി പറയുകയാണ്. പടച്ചവൻ പുറത്തുവിടാ, പടച്ചവനെ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം പുറത്തുതരും ഇൻഷാ അല്ലാഹ്. നമ്മൾ ചോദിച്ചാൽ മതി, അതിന് നമ്മൾ ചോദിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.